നമസ്കാരം. ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് കാറുകളുടെ വിപണി വിഹിതം എന്നത് വേഗത്തിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ എല്ലാ കാർ നിർമ്മാതാക്കൾക്കും ഈ ഉയർന്ന സാധ്യതയുള്ള സെഗ്മെന്റിലേക്ക് കടക്കാൻ അവരുടേതായ പ്ലാനുകളും പദ്ധതികളുമെല്ലാം ഉണ്ട്. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതി, ടൊയോട്ട, അതുപോലെ തന്നെ ഫോർഡ് തുടങ്ങിയവയെല്ലാം തങ്ങളുടെ പദ്ധതികൾ ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ റെനോ, നിസാൻ കൂട്ടുകെട്ടും EVകൾ അവതരിപ്പിക്കാൻ പദ്ധതി ഇടുന്നതായാണ് അറിയുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വരാനിരിക്കുന്ന ക്രെറ്റ EVക്ക് എതിരാളിയായി മിഡ് സൈസ് ഇലക്ട്രിക് SUV ആണ് കമ്പനിയുടെ പ്ലാനിലുള്ളത്. നേരത്തെ ഇലക്ട്രിക് കാർ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യക്കായി ഒരു എൻട്രി ലെവൽ EV എന്ന പദ്ധതികൾ കമ്പനി ഉപേക്ഷിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ മിഡ് സൈസ് ഇലക്ട്രിക് SUV ബ്രാൻഡിൻ്റെ CMF-B പ്ലാറ്റ്ഫോമിൻ്റെ ഇലക്ട്രിക് പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. കൂടാതെ ഈ സഖ്യത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രിക് ഓഫറായി ഡസ്റ്റർ EV ആയിരിക്കും എത്തുന്നത് എന്നാണ് അറിയുന്നത്. വൻതോതിൽ പ്രാദേശികവൽക്കരിക്കപ്പെട്ട CMF-B പ്ലാറ്റ്ഫോമിൽ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ഡസ്റ്ററും അതിൻ്റെ നിസാൻ സഹോദരനും അടുത്ത വർഷം, അതായത് 2025 അവസാനത്തോടെ ആഭ്യന്തര വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുന്നതായിരിക്കും. ഡസ്റ്റർ അധിഷ്ഠിത EV CMF-B പ്ലാറ്റ്ഫോമിൻ്റെ ഇലക്ട്രിക് പവർ ട്രെയിൻ സജ്ജീകരണത്തിന് അനുയോജ്യമായ മാറ്റങ്ങളുമായി വരുന്ന ഒരു പതിപ്പ് ഉപയോഗിക്കും. ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സഖ്യം ലക്ഷ്യമിടുന്നത് 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ ബജറ്റിൽ വരുന്ന ഒരു EV മോഡലാണ്. വരാനിരിക്കുന്ന ഹ്യുണ്ടായി ക്രെറ്റ EV, മാരുതി സുസുക്കി EVX എന്നിവയ്ക്കെതിരെ മത്സരിക്കുന്ന മിഡ് സൈസ് ഇലക്ട്രിക് SUVക്ക് കോമ്പറ്റീറ്റീവ് വില നിർണ്ണയം ഒരു പ്ലസ് പോയിന്റ് തന്നെയായിരിക്കും. ആഭ്യന്തര വിപണിയിലെ ബ്രാൻഡിൻ്റെ ആദ്യ EV ഒരു ആഗോള മോഡലുമായിരിക്കും. ഇന്ത്യ ഇതിൻ്റെ പ്രൊഡക്ഷൻ കേന്ദ്രമായും പ്രവർത്തിച്ചേക്കാം. എന്നിരുന്നാലും ഇനി ഇവ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഔദ്യോഗിക വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോൾ ഒന്നും അതുകൊണ്ട് തന്നെ സ്ഥിരീകരിക്കാനും കഴിയില്ല. ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചതായും ചെലവ് നിയന്ത്രിക്കുന്നതിനായി പ്രാദേശിക ബാറ്ററി കമ്പോണന്റ് സപ്ലയർമാരെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ CMF-B EV പ്ലാറ്റ്ഫോം അതിൻ്റെ വികസന ഘട്ടത്തിലാണുള്ളത്. ആഗോളതലത്തിൽ വരാനിരിക്കുന്ന വിവിധ ഇലക്ട്രിക് കാറുകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. 2026-2027 കാലയളവിൽ ഇലക്ട്രിക് ഡസ്റ്റർ നിരത്തുകളിൽ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. സിംഗിൾ ചാർജിൽ ഏകദേശം 350 മുതൽ 400 കിലോമീറ്റർ വരെ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്ന LFP ബാറ്ററി പാക്ക് ഡസ്റ്റർ EVയിൽ റെനോ ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം റെനോ പുതിയ തലമുറ ഡസ്റ്റർ ICE പതിപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിസാൻ സഹോദരങ്ങളും 2025 തന്നെ ഇന്ത്യയിൽ എത്തുമെന്നാണ് അറിയുന്നത്. നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ഒരു പുതിയ മോഡൽ അവതരിപ്പിക്കുക എന്നത് റെനോ, നിസാൻ ബ്രാൻഡുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇപ്പോൾ ഇരു ബ്രാൻഡുകളുടെയും ഇന്ത്യൻ മോഡൽ നിര വർഷങ്ങളായി തന്നെ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് തുടരുന്നത്. റെനോയേക്കാൾ നിസാന് പുതിയ ഒരു മോഡൽ വളരെ അത്യന്താപേക്ഷികമാണ്.